എന്നെ ഒന്ന് പിടിച്ചു. ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ രാവിലെ ഒരു ചെറിയ വാക്കിംഗ് അടിക്കുക. ചെറിയൊരു വാക്കിംഗ്. ഇങ്ങനെ പോയിട്ട് 2 കിലോമീറ്റർ നടക്കാൻ പോവാം. ഒരേ അടുത്ത് ഇരുന്നിട്ട് അസുഖം പിടിക്കുക. അതുകൊണ്ട് ഇങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. 2 പേരും ഞാനും ഉണ്ട്. എൻ്റെ അളിയൻ്റെ മോനുണ്ട് ലിജോ. ഞങ്ങൾ 2 പേരും നടക്കുവാണ്. നല്ല സൂര്യപ്രകാശമുണ്ട്. എന്നുണ്ട് വെയിൽ, നല്ല വെയിൽ. സമയം 8:00 7:45. അടുത്ത വീഡിയോകളൊക്കെ പുറകെ വരുന്നുണ്ട്. കുറച്ച് ദിവസം എടുക്കും. പോകാൻ സമയമില്ല. ഹെൽത്ത് ഇഷ്യൂ ആണ്. കൈകാലെല്ലാം വേദന. അതുകൊണ്ടൊക്കെയാണ് വീഡിയോ എടുക്കാത്തത്. എൻ്റെ എല്ലാ ജനങ്ങളും കാണുന്ന സബ്സ്ക്രൈബേഴ്സ്, നിങ്ങളാണ് എന്നെ സപ്പോർട്ട് ചെയ്യേണ്ടത്. നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ ഞാൻ എന്തൊക്കെയോ ആവും. ഇങ്ങനെ ഒന്നുമില്ല. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞങ്ങളെ ശിലാസനത്തിൽ പോയി 2 പ്രാവശ്യം പോയിട്ട് വന്നു. ഞാൻ അടുത്തത് മിക്കവാറും ഫെബ്രുവരി മാർച്ച് ഈ മാസം ഞങ്ങൾ പോയാലല്ല ഞങ്ങൾ പോയിരിക്കും. പോകണം. അപ്പോൾ അവിടെ പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് വരണം. ആലപ്പുഴയിൽ ഒരു ദിവസം താമസിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഒരു ദിവസം അവിടെ താമസിക്കേണ്ട കാര്യമുണ്ട്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എല്ലാവരും നമ്മുടെ ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾ, ഓരോ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. കടലിൽ നിന്ന് മീൻ കയറി വരുന്നു, ചത്തുപോകുന്നു. കടലിൽ യൂട്യൂബുകാർ വേറെ പറയുന്നു കടലിൽ സാത്താനുണ്ടെന്ന് പറയുന്നു. ഇതൊക്കെ നേരാണെന്നോ നമുക്കറിയില്ല. നമ്മൾ കാണുന്നു. പിന്നെ മീനൊക്കെ ചത്തത് യാഥാർത്ഥ്യമാണ്. അതിൻ്റെ പേരിൽ ലോകാവസാനം ഉണ്ടാകുന്നു എന്ന് പറയുന്നു. കടലിൻ്റെ ഉള്ളി എന്തോ ഭൂകമ്പം ഉണ്ടാകാൻ പോകുന്നു എന്ന് പറയുന്നു. ഒന്നും മനസ്സിലാവുന്നില്ല. ലോകം അവസാനിക്കുമെന്ന് പറഞ്ഞാൽ 2019 കഴിഞ്ഞ് 20 ആയി, 21 ആയി, 22 ആയി, 23 ആയി, 24 ആയി, 25 റണ്ണിങ് ഒന്നും ആയില്ല. പക്ഷേ ചില ഇടങ്ങളിൽ ഈ എന്താ പറയുക, ചില ഇടങ്ങളിലൊക്കെ സുനാമി എന്ന് പറഞ്ഞ പ്രസ്ഥാനം ഉണ്ടായി. ഉരുൾപൊട്ടൽ നമ്മുടെ വയനാട്ടിൽ അവിടെയൊക്കെ ഉരുണ്ട് പൊട്ടിയില്ലേ. പിന്നെ നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമാന്ന് വെച്ചാൽ പ്രശ്നത്തിൽ ഇരിക്കുന്നത്. അതിനെന്തോ നമുക്കറിയത്തില്ല. ഞങ്ങളവിടെ പോയിട്ടില്ല, നമുക്കറിയില്ല. കണ്ടോ ബ്ലൂ ആട്ടൊക്കെ അതാ ബാറ്ററി കാട്ട്. ഇത് വലിയൊരു വീടാണ് കണ്ടോ. അവരുള്ളത് 2-3 പേരേ ഉള്ളൂ. അവർക്ക് താമസിക്കാൻ എത്രയോ കോടി രൂപയുടെ വീടാണ്. ഇതിനകത്ത് പോയാൽ കൊട്ടാരം മാരിയാണ് കെട്ടിച്ചേക്കുന്നത്. ഭയങ്കര പൈസക്കാർ. ഇങ്ങോട്ട് നമുക്ക് അപ്പാർട്ട്മെൻറ്റുകൾ കിട്ടാൻ പോകുന്നുണ്ട്. ഇത് സ്ഥലത്തിൻ്റെ പേര് എന്താണെന്നറിയാമോ? ഈ സ്ഥലത്തിൻ്റെ പേര് NRI ലേ ഔട്ട്. NRI ലേ ഔട്ട്. നല്ല സ്ഥലമാണ്. വളരെ സൈലൻ്റായ സ്ഥലമാണ്. വളരെ സൈലൻ്റ്. ഇവിടെ വഴക്കോ പ്രശ്നങ്ങളോ ഒരു കാര്യങ്ങളും ഇല്ല. ആൾക്കാരെല്ലാം ഭയങ്കര ഡീസൻ്റാണ്. എല്ലാ ആൾക്കാരാണ്. ഇതൊക്കെ ടാറിടുമായിരിക്കും ക്രമേണ. മണ്ണൊക്കെ ഇട്ട് ലെവലാക്കിയിട്ടുണ്ട്. റാവും പൂവും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഞങ്ങൾ നാട്ടിൽ പോയി ആലപ്പുഴയൊക്കെ പോയിട്ട് വന്നു. അതിന് മുമ്പ് വേറൊരു ട്രിപ്പ് അടിച്ച് ചെന്നൈ, മെഡ്രാസ്, ചെന്നൈയിലൊക്കെ പോയിട്ട് വന്നു. ചെന്നൈയിൽ പോയ സ്ഥലം മനവൂർ. അതായത് തിരുവള്ളൂരിൻ്റെ അപ്പുറം ഒരു സ്ഥലമുണ്ട് മനവൂർ. അവിടം വരെ പോയിട്ട് ഞങ്ങൾ റിട്ടേൺ വന്ന് ഇങ്ങനെ വന്നു. തമിഴ്നാട് സേലം വഴി ഇങ്ങനെ പോയിരുന്നു. ഇതൊക്കെയാണ് ഇന്ന് ഞങ്ങളുടെ പ്രോഗ്രാം. അതായിരുന്നു. അപ്പോൾ നിങ്ങൾ
നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം. തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഞാനൊന്നുമില്ല ഗൈസ്, കേട്ടോ. അങ്ങനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ഓരോ വിലയേറിയ സബ്സ്ക്രൈബറും എനിക്ക് സ്വർണ്ണ കട്ടിയ എന്താ പറയുക. അതുകൊണ്ട് എല്ലാവരും ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് വലിയ വീഡിയോ ഒന്നുമല്ല, ചെറുതായിട്ട് വാക്കിംഗ് വീഡിയോ. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇങ്ങോട്ടുണ്ട്, ഈ സൈഡ് ലെഫ്റ്റ് സൈഡിലുണ്ട്. ഇവിടെ കുറേ കുടിശകളുണ്ട്. ഇവർ ഈ